നമസ്കാരം. മന്ത്രി വീണ ജോർജ് നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മന്ത്രിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിയെ കൊല്ലാൻ വേണ്ടി വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയുധം ഉപയോഗിച്ച് മന്ത്രിയുടെ കഴുത്തിന് നേരെ ആക്രമണം നടന്നു. അതുകൊണ്ട് മന്ത്രിയുടെ കഴുത്തിന് പരിക്ക് പറ്റി എന്നൊക്കെയായിരുന്നു അന്ന് 5 KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തുകൊണ്ട് പോലീസ് FIR എഴുതി ചേർത്തിരുന്നത്. സ്പീക്കർ ഷംസീറിന്റെ തിരക്കഥയിൽ മന്ത്രി വീണ ജോർജ്, മുൻ മോണോ ആക്ട് താരം കൂടിയായിരുന്ന മന്ത്രി വീണ ജോർജ് അഭിനയിച്ച് തകർക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നു. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ അത് പുറത്തു വന്നിരിക്കുന്നു. ഈ റിപ്പോർട്ടിലാണ് മന്ത്രി ചൂണ്ടിക്കാണിച്ച ഭാഗങ്ങളിലെല്ലാം വേദനയുണ്ട് എന്ന് കൃത്യമായി തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. അതായത് കഴുത്തിന് ഇരുവശത്തും കൈവിരൽ തൊടുമ്പോൾ വേദനയുണ്ട്, കൈ മുട്ടിന് മുകളിൽ കൈവിരൽ തൊടുമ്പോൾ വേദനയുണ്ട്. അതായത് തൊടുന്ന ചില ഭാഗങ്ങളിൽ വേദനയുണ്ട്. എന്നാൽ മൂർച്ചയേറിയ ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ ഉപയോഗിച്ച് മന്ത്രിയുടെ കഴുത്തിന് നേരെ വെട്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടന്നതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല 21 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള KSU പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്ക് കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് തന്നെ മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഈ KSU പ്രവർത്തകരായ കുട്ടികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയുണ്ടായി. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ യാതൊരു തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ടായില്ല. കരിങ്കൊടി മാത്രമായിരുന്നു, ഒരു കഷണം കറുത്ത തുണി മാത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ കണ്ണൂരിലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശത്തുമുള്ള CCTV ദൃശ്യങ്ങളിൽ ഈ കുട്ടികളുടെ കൈവശം ആയുധമുള്ളതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന നിരവധി ചാനലുകളുടെ വീഡിയോകളിൽ നിന്നും ഈ കുട്ടികളുടെ കയ്യിൽ ആയുധമുണ്ടായതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കണ്ണൂരിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്ന കുട്ടികൾ കരിങ്കൊടി വാങ്ങിച്ച, കറുത്ത തുണി വാങ്ങിച്ച കടയിൽ അവരെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലീസുകാർക്ക് അവരുടെ കയ്യിൽ ആയുധമുള്ളതായോ ആയുധം വാങ്ങിച്ച കട ഏതാണെന്നോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആയുധം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ആയുധം ഉപയോഗിച്ച് മന്ത്രിയുടെ കഴുത്തിന് നേരെ ആക്രമിച്ചു എന്നൊക്കെ FIR എഴുതി വെച്ചത് എന്നുള്ളതിന് മന്ത്രി തീർച്ചയായും മറുപടി പറയേണ്ടതായി വരും. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ഒരു മന്ത്രി ഭരണഘടന വിഭാവനം ചെയ്യുന്നത് പോലെ ആരോടെങ്കിലും പ്രത്യേകിച്ച് ദേഷ്യമോ വിദ്വേഷമോ മമതയോ പുലർത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ മന്ത്രിയെ കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടി എത്തിയ, അതായത് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ അവകാശമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പറ്റം വിദ്യാർത്ഥികൾ, 4 or 5 പേരടങ്ങുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സമാധാനപരമായി അവരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ മന്ത്രി അവരെ ആയുധം ഉപയോഗിച്ച് മന്ത്രിയെ ആക്രമിക്കുവാൻ വേണ്ടി ആ കുട്ടികൾ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ മന്ത്രിയും അതിന് കൂട്ടുനിന്നു എന്നതിനാൽ തീർച്ചയായും ഇത് സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും 5 KSU വിദ്യാർത്ഥികൾക്ക് തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എന്നാൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഹാജരാക്കാതിരുന്നത് എന്ന് പോലീസിന് കൃത്യമായി തന്നെ അതീവ നിശിതമായ രീതിയിൽ തന്നെ കോടതി വിമർശിക്കുകയുമുണ്ടായി. മെഡിക്കൽ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചുകൊണ്ട് തന്നെയാണ് കുട്ടികളുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു, ആയുധം വെച്ച് ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു FIR തയ്യാറാക്കി വിട്ടത്. എന്തുകൊണ്ടാണ് മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാത്തത് എന്ന് കോടതി ചോദിച്ചപ്പോൾ പോലീസ് കണ്ണു തള്ളി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മനഃപൂർവ്വം ഈ കുട്ടികളുടെ പേരിൽ എന്തിനാണ് വധശ്രമം പോലുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ BNS 109 ഒക്കെ ചുമത്തിയത് എന്തിനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും വീണ ജോർജ് ഈ കേസിൽ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മന്ത്രി ഷംസീർ തയ്യാറാക്കിയ തിരക്കഥയിൽ ആടിത്തിമിർത്തു, അഭിനയിച്ചു തകർത്തു. ഉർവശി അവാർഡ് പോലും കിട്ടത്തക്ക രീതിയിലുള്ള അഭിനയമാണ് മന്ത്രി കാഴ്ചവെച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ കപട നാടകമാണ് അന്ന് റെയിൽവേ സ്റ്റേഷനിൽ അരങ്ങേറിയത് എന്നുള്ളതാണ്. ജനാധിപത്യപരമായി ആരെയോടും പ്രതിഷേധിക്കാനോ വിമർശിക്കുവാനോ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. സമാധാനപരമായി സമരം ചെയ്യുവാനോ പ്രതിഷേധിക്കുവാനോ ഓരോരോ സംഘടനകൾക്ക് അവകാശമുണ്ട്. എന്നിരിക്കെ മന്ത്രി എന്തിനാണ് ഇത്രത്തോളം അസഹിഷ്ണുത കാണിച്ച് ആ കുട്ടികളുടെ പേരിൽ കൊലക്കുറ്റം വരെ ചുമത്തി കേസെടുക്കുമ്പോൾ അത് സഹതാപ തരംഗത്തിന്റെ പേരിൽ മന്ത്രിക്ക് വീണ്ടും ജയിച്ചു കയറാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ ഇത്തരം കപട നാടകങ്ങൾക്ക് മന്ത്രി കൂട്ടുനിന്നത്, മന്ത്രി നാടകം കളിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളും ചോദിക്കുന്നത്. എന്തായാലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കളിച്ച നാടകത്തിന്റെ പേരിൽ മന്ത്രി വീണ്ടും കുരുക്കിലായിരിക്കുന്നു. ഇനി എന്താണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.